വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. ഇന്നൊരു ചെറിയ മിനി വ്ളോഗാണ്, സം ഹോംലി വിശേഷംസ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശ് വന്നിട്ടുണ്ട്. കേട്ടോ, ഒരു മിനിറ്റ്. എൻ്റെ റൂമിൽ നിന്ന് ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ നെയ്ബറിൻ്റെ ടെറസിലുള്ള കൃഷി. പിന്നെ അപ്പുറത്തേക്ക് അഗെയിൻ കുറച്ച് ഗ്രീനറിയാണ്, കാണിച്ചു തരാം. പിന്നെ ഈ സൈഡ് അത് അപ്പുറത്ത് വേറൊരു വീടാണ്. അപ്പോൾ ഞങ്ങൾ ഈ കേർട്ടൻ അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. ഞാൻ ചെറിയൊരു റൂം ടൂർ കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് കോലം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരു 5 years എന്തോ ആയിട്ടേ ഉള്ളൂ. 2021 ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 26 ആയി. ഗൈസ്, എനിക്ക് ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്. അത് വൈകാതെ പനിയാവോ എന്നുള്ള പേടിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് വന്നു. ആൻഡ് ഈവനിങ് പ്രഭുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഈവനിങ് ആകുമ്പോഴേക്കും ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണം. സോ പ്രത്യേകിച്ചൊന്നുമില്ല വിശേഷങ്ങൾ. വാഴ കാണാൻ പോയായിരുന്നു. അപ്പോൾ വാഴ 1 ഞാൻ കണ്ടിട്ടില്ല. അത് ഇതുപോലെ ബോയ്സ് സ്റ്റോറി അല്ലേ എന്ന് വിചാരിച്ച് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എല്ലാവരും ഭയങ്കര ഹൈപ്പാക്കിയപ്പോൾ എനിക്ക് കാണണം തോന്നി. പ്രഭുവും സിപ്പിയൊക്കെ പോയിട്ട് വന്നപ്പോൾ നല്ല മൂവിയാണ്, കരഞ്ഞു പോയി, അവരെ തിയേറ്ററിലിരുന്ന് കരഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇമോഷണൽ സംഭവം കാണാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫ് തമാശയാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ഞാൻ പോയതാണ്. ആൻഡ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ത്രൂ ഔട്ട് ദ മൂവി എല്ലാവർക്കും. ആൻഡ് എസ്പെഷ്യലി ബോയ്സിന് കുറച്ച് കൂടുതൽ റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ തിയേറ്ററിലിരുന്ന് കരഞ്ഞൊന്നുമില്ല. ആക്ച്വലി ലാസ്റ്റത്തേക്കൊക്കെ ആകുമ്പോൾ നല്ല ഇമോഷണൽ സീൻസൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഇമോഷണൽ സീനാണെങ്കിൽ ഞാൻ കരയാറുണ്ട്. ഇപ്പോഴും സീരീസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കരച്ചിൽ വന്നാൽ കരയും വീട്ടിനകത്താണെങ്കിൽ. പക്ഷേ ഇന്നലെ തിയേറ്ററിൽ ഞാൻ നല്ലോണം കൺട്രോൾ ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെന്ന്. കാരണം ഇങ്ങനത്തെ ഇത്രയും റോളർ കോസ്റ്റർ ഓഫ് തിങ്സ് വരുമ്പോൾ കരഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ തന്നെ ഡിസ്ട്രാക്റ്റ് ആക്കി. കാരണം എനിക്ക് തന്നെ ആവശ്യത്തിലധികം കണ്ടൻ്റ് ഉണ്ട് കരയാനായിട്ട്. അത്രയൊന്നും ഇല്ലല്ലോ ഇത് മൂവി അല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഡിസ്ട്രാക്റ്റ് ആക്കി. സോ അങ്ങനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞാനങ്ങനെ കണ്ടിട്ട് വന്നു സിനിമ. അപ്പോൾ നമുക്കിനി ഈ കോലം കെട്ട് കിടക്കുന്ന റൂം ടൂർ കാണാം. അതിനു മുന്നേ ഞങ്ങൾ 5 years ബാക്ക് ഈ വില്ല വാങ്ങുന്ന സമയത്ത് ഞാൻ സെലക്ട് ചെയ്യാതെ തന്നെ തലയിലായ ഒരു റൂമാണിത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഒരു ക്യൂട്ടായിട്ട് ഒരു ചെറിയ റൂം മതിയായിരുന്നു. പക്ഷേ എനിക്കിന്ന് നോക്കി സെലക്ട് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. ബിക്കോസ് എൻ്റെ അനിയൻ വീട് കാണുന്നതിന് മുന്നേ തന്നെ അവൻ ഇങ്ങനെ പ്രവചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റെയർ കേസ് കയറിയിട്ട് റൈറ്റ് സൈഡിലുള്ള റൂം അവൻ്റെ ആയിരിക്കുന്നു. വിച്ച് എവർ ഇറ്റ് ഈസ്. അതിപ്പോൾ ഏതാണെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഈ വീട്ടിൽ വരുന്നു, സ്റ്റെയർ കേസ് കയറി റൈറ്റ് സൈഡിലുള്ള റൂം അവനെടുത്തു. അതാണ് കുറച്ചും കൂടി ബിഗർ റൂം. ആൻഡ് മുകളിലുള്ള 3 മുറിയിൽ ഏറ്റവും ചെറിയ മുറിയാണ് എനിക്ക്. 1 is മാസ്റ്റർ ബെഡ്റൂം. അത് ഇപ്പോൾ ഡാഡി മമ്മി എടുക്കും. അങ്ങനെ ലാസ്റ്റ് ഈ മുറി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യം എനിക്ക് ചെറിയ മുറിയാണല്ലോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സീനില്ല. പിന്നെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഭയങ്കര ഭാവനയാണ്. പക്ഷെ ഞാനിത് പുട്ട് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആയില്ല. എനിക്ക് ഈ പച്ച കർട്ടനൊക്കെ കണ്ടോ, ഇപ്പോൾ എനിക്കെടുത്ത് കളയാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തതാണ്, ഈ കളറും കേർട്ടനും ഒക്കെ. ഇപ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ എസ്തെറ്റിക്സൊക്കെ മാറി. പച്ച കേർട്ടനൊക്കെ ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ ഈ റൂം എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ കാണിക്കാൻ പോവാണ്. വിത്തൗട്ട് എനി അടുക്കിപ്പെറുക്കൽ ഓർ എനിത്തിങ്, ആസ് ഇറ്റ് ഇസ് കാണിക്കാൻ പോവാണ്. എന്നാലേ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ സം അതർ ഡേ ഞാനിതൊന്ന് ചെറിയ രീതിയിൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. മേക്ക് ഓവർ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 2 പടം അവിടെയൊക്കെ തൂക്കുമായിരിക്കും. പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ
എന്താ വല്ല പാവയോ ചട്ടിയോ എല്ലാം വെക്കണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഇപ്പോൾ ഉള്ള അതിൻ്റെ എസ്തറ്റിക് രീതിയിൽ ഞാൻ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കും. പക്ഷേ ഈ കേർട്ടനൊന്നും ഇപ്പോൾ മാറ്റില്ല കേട്ടോ. അപ്പോൾ ഡോറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റ് ഡോറും ഓഫ് വൈറ്റ് വാൾസും ആണ്. അത്യാവശ്യം പിൻട്രസ്റ്റി ആക്കി എടുക്കാനുള്ള ബുദ്ധിയും ബോധവും അന്നും ഉണ്ടായിരുന്നില്ല. ഇത് പ്രഭു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ഫ്രണ്ട് ചെയ്ത ഒരു വർക്കാണ്. പിന്നെ അത് ഒരു ഷെല്ലിൻ്റെ കീ ചെയിൻ ആൻഡമാൻസിൽ നിന്ന് പണ്ട് കളക്ട് ചെയ്തത്. ഇത് മണാലിയിൽ നിന്ന് ഞാൻ വാങ്ങിയത്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ഇറേസേഴ്സാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് അതിൻ്റെ ഭംഗി കളയണ്ടെന്ന് വിചാരിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചു. പിന്നെ ഇതൊരു സ്റ്റൂളാണ്. ഒരു ഷോളും കൂടി വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു DIY സാധനം. ഇത് പണ്ട് വെച്ചിരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ പച്ച കേട്ടൻ തുറക്കുമ്പോൾ ഇവിടെ പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട്. രാവിലെ സൺറൈസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. പിന്നെ ഒരു സ്റ്റഡി ടേബിളുണ്ട്. ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ അലങ്കോലമായി ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് സോവനിയേഴ്സാണ്. ഇത് കാശ്മീരിൽ നിന്ന് വാങ്ങിയ ബോട്ട്, അതൊക്കെ പൂത്തുപോയി ഇവിടെ ഇരുന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനവും കാശ്മീർ സ്പെഷ്യൽ ഒരു ഡബ്ബയാണ്. അപ്പോൾ അതും കളറ് മങ്ങിപ്പോയോ, ലാവൻഡർ കളറായിരുന്നു. പിന്നെ ഒരു വാർഡ്രോബുണ്ട്. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വിയറ്റ്നാമിൽ നിന്നുള്ള ഒരു സോവനിയറാണ്, ലാമ്പാണ്. പിന്നെ ഇതിന് മുന്നേ ഇവിടെ വേറെ എന്തൊക്കെയോ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ കേർട്ടൻ, പിന്നെ തുണി വാരിക്കോരിയിടുന്ന ചെയർ, പിന്നെ എൻ്റെ ചെറിയ ഡ്രസ്സിങ് ടേബിൾ. പിന്നെ ഇതാണ് ബെഡ്. ഇവിടെ പച്ച ഷീറ്റൊക്കെയാണ് വിരിച്ചിരുന്നത് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഒരു സാധനം, ഇത് പണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഷോക്കേസ് ഐറ്റംസൊക്കെ തന്നെയാണ് ആദ്യം വെച്ചത്. ഈ ശംഖ് പോലത്തെ സാധനവും കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ ഇത് ഞാൻ വരച്ചതാണ്. ഇത് രാജസ്ഥാനിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ. പിന്നെ എൻ്റെ തന്നെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ്. ഈ ഡ്രീം ക്യാച്ചർ കൊടൈക്കനാലിൽ നിന്നുള്ളത് പിന്നെ എൻ്റെ ഒരു ഫോട്ടോ. അതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണിത്. ഇത് കണ്ണൂർ വെച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കോറൽ പെയിൻറ്റ് ചെയ്തതുകൊണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു ക്രിസ്മസ് ടൈമിലൊക്കെ. പിന്നെ ഇന്നിവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് വിഭവസമൃദ്ധമായ ഊണായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞാനും സായും നല്ലൊരു ഉറങ്ങി എണീറ്റ് ഇപ്പം 4 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ചെറിയ രീതിയിൽ പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഗൈസ് ബൈ. ഇനി ഒരു ചെറിയ വ്ളോഗായിട്ട് അടുത്ത് തന്നെ വരും. ഓക്കെ, ബൈ.